ഹായ് ഹലോ നമസ്കാരം. സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചന്ദ്രയാൻ 3യും ചന്ദ്രയാൻ 1ഉം 2ഉം ഒക്കെ കണ്ട് എല്ലാവരും പഠിച്ച് ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് വിട്ടുകളയാൻ പറ്റാത്ത മറ്റൊരു മിഷനാണ് നമ്മുടെ ആദിത്യ L1. ആദിത്യ L1നെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദിത്യ L1 സൂര്യനെയും സൂര്യന് ചുറ്റുമുള്ള ബാഹ്യ വലയങ്ങളെയും കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ L1. അപ്പോൾ എന്തിനാണ്? സൂര്യനെ പറ്റി പഠിക്കുവാനാണെന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ സൂര്യന്റെ എന്തിനെ പറ്റിയാണ്? സൂര്യന് ചുറ്റുമുള്ള ബാഹ്യ വലയങ്ങളെയും കുറിച്ച്. സൂര്യനെ കുറിച്ചും നമുക്കറിയണം. സൂര്യന് ചുറ്റും ചില ബാഹ്യ വളയങ്ങളുണ്ട്. ആ ബാഹ്യ വളയങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കണം. അതിനായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ L1. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-നാണ്. 2023 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. രാവിലെ 11:50 ആ സമയമൊന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ട, ആ ഡേറ്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. 2023 സെപ്റ്റംബർ 2. വിക്ഷേപണ വാഹനം PSLV C-57 ആണ്. ആദിത്യ L1ന്റെ വിക്ഷേപണ വാഹനം ഏതാണ്? PSLV C-57 ആണ്. PSLV C-57 ആണ് ആദിത്യ L1ന്റെ വിക്ഷേപണ വാഹനം. വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. നമ്മുടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ആദിത്യ L1 PSLV C-57 എന്ന വിക്ഷേപണ വാഹനത്തിൽ 2023 സെപ്റ്റംബർ 2-ന് വിക്ഷേപിച്ചത്. ഡേറ്റ് മറക്കാതിരിക്കുക, വിക്ഷേപണ വാഹനം മറക്കാതിരിക്കുക. സൂര്യന്റെ പുറം ഭാഗത്തെ താപവ്യതിയാനവും സൗരക്കാറ്റിന്റെ ഫലങ്ങളും കണ്ടെത്തുകയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ആദിത്യ L1ന് ഒരു ലക്ഷ്യമുണ്ട്. എന്താണ്? സൂര്യന്റെ പുറം ഭാഗത്തെ താപവ്യതിയാനം കണ്ടെത്തുക. സൂര്യന്റെ പുറം ഭാഗത്തെ താപവ്യതിയാനവും കൂടാതെ സൗരക്കാറ്റുകൾ, സൂര്യനിൽ ചില കാറ്റുകളൊക്കെ വീശുന്നുണ്ടെന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള സൗരക്കാറ്റുകളും അവയുടെ ഫലങ്ങളും ഒക്കെ കണ്ടെത്തുകയാണ് ആദിത്യ L1ന്റെ ലക്ഷ്യം. ചോദ്യം വരാം, എന്താണ് ആദിത്യ L1 മിഷന്റെ ലക്ഷ്യം എന്ന് ചോദിക്കാം. എന്താണ് ലക്ഷ്യം? സൂര്യന്റെ പുറം ഭാഗത്തെ താപവ്യതിയാനവും സൗരക്കാറ്റിന്റെ ഫലങ്ങളും കണ്ടെത്തുകയാണ് ആദിത്യ L1ന്റെ ലക്ഷ്യം. ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലഗ്രാഞ്ച് പോയിന്റ് 1ന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലാണ് പേടകം സ്ഥാപിക്കുന്നത്. അപ്പോൾ എത്ര അകലമാണ്? 15 ലക്ഷം കിലോമീറ്റർ. അപ്പോൾ സൂര്യന് എത്രത്തോളം ചൂടുണ്ടെന്ന് നമുക്കറിയാം. 15 ലക്ഷം കിലോമീറ്റർ വരെയൊക്കെയാണ് നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിരിക്കുന്നത്. അവിടെയുള്ള ലഗ്രാഞ്ച് പോയിന്റ് 1-ൽ, ഏതാണ് ആ പോയിന്റ്? ലഗ്രാഞ്ച്. അപ്പോൾ നമ്മുടെ ആദിത്യ L1 എന്ന് നമ്മൾ പേര് കൊടുക്കാൻ കാരണം ഏതാണ്? ലഗ്രാഞ്ച് പോയിന്റ് 1 ആണ്. നമ്മുടെ ആദിത്യ L1 പോയിരിക്കുന്നത് ലഗ്രാഞ്ച് പോയിന്റ് 1-ലേക്കാണ്. അത് ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് എന്നുകൂടി ഓർക്കുക. അപ്പോ ലഗ്രാഞ്ച് പോയിന്റ് 1-ന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലാണ് നമ്മുടെ പേടകം സ്ഥാപിക്കുന്നത്. അപ്പൊ ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലഗ്രാഞ്ച് പോയിന്റ് 1-ന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലാണ് പേടകം സ്ഥാപിക്കുന്നത്. സൂര്യനെ തടസ്സമില്ലാതെ എല്ലായ്പ്പോഴും കാണാൻ കഴിയും എന്നതാണ് ലഗ്രാഞ്ച് പോയിന്റിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂര്യനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും എന്നതാണ് ലഗ്രാഞ്ച് പോയിന്റ് 1ന്റെ പ്രത്യേകത. അവിടെ യാതൊരുവിധ തടസ്സവും തന്നെ ഇല്ല. സൂര്യനെ തടസ്സമില്ലാതെ എല്ലായ്പ്പോഴും കാണാൻ കഴിയും എന്നതാണ് ലഗ്രാഞ്ച് പോയിന്റിന്റെ പ്രത്യേകത. ഓൺ ബോർഡ് പ്രൊപ്പൽഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് പേടകത്തെ ഗുരുത്വാകർഷണത്തിന് പുറത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗുരുത്വാകർഷണത്തിന് പുറത്തെത്തിച്ചാൽ മാത്രമേ പേടകം പോകത്തുള്ളൂ. അപ്പോൾ ഓൺ ബോർഡ് പ്രൊപ്പൽഷൻ, എന്താണ് ആ പ്രക്രിയ? ഓൺ ബോർഡ് പ്രൊപ്പൽഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് നമ്മുടെ ആദിത്യ L1 പേടകത്തെ ഗുരുത്വാകർഷണത്തിന് പുറത്തേക്ക് എത്തിക്കുന്നത്. ഭൂമിയെ പോലെ ആദിത്യയും 365 ദിവസം കൊണ്ടാകും സൂര്യനെ ചുറ്റി വരിക. അപ്പം എത്ര ദിവസം എടുക്കും ആദിത്യ L1 സൂര്യനെ ചുറ്റാൻ? ഭൂമിയെ പോലെ തന്നെ ഭൂമിക്ക് 365 ദിവസം വേണമെങ്കിൽ ആദിത്യ L1നും എത്ര ദിവസം വേണം? 365 ദിവസം തന്നെ വേണം. ഭൂമിയെ പോലെ ആദിത്യയും 365 ദിവസം കൊണ്ടാകും സൂര്യനെ ചുറ്റി വരിക. ഇതാണ് ലഗ്രാഞ്ച് പോയിന്റിന്റെ നേട്ടം. ഇത് ലഗ്രാഞ്ച് പോയിന്റിന്റെ ഒരു നേട്ടമാണ്. സൂര്യനെ പോലെ ആദിത്യയും 365 ദിവസം കൊണ്ടാണ് സൂര്യനെ ചുറ്റി വരിക.
126 ദിവസങ്ങൾ എടുത്താണ് ആദിത്യ L1 എത്തിയത്. അപ്പൊ നമ്മുടെ ആദിത്യ ലഗ്രാഞ്ച് പോയിന്റ് 1 എത്താനെടുത്ത സമയം എത്രയാണ്? 126 ദിവസമാണ്. 2023 സെപ്റ്റംബർ 2 പുറപ്പെട്ട ആദിത്യ L1 എത്ര ദിവസം എടുത്തു? 126 ദിവസം എടുത്താണ് നമ്മുടെ ലഗ്രാഞ്ച് പോയിന്റ് 1 എത്തിയത്. ആദിത്യ L1 ലക്ഷ്യസ്ഥാനമായ ലഗ്രാഞ്ച് പോയിന്റിലെ ഹെയ്ലോ ഭ്രമണപഥത്തിൽ എത്തിയത് 2024 ജനുവരി 6 എന്നാണ് എത്തിയത്. 2024 ജനുവരി 6 എവിടെയാണ് എത്തിയത്? ലഗ്രാഞ്ച് പോയിന്റിലെ ഹെയ്ലോ എന്ന ഭ്രമണപഥത്തിലാണ് ആദിത്യ L1 എത്തിയത്. അപ്പോ ആദിത്യ L1 ലക്ഷ്യസ്ഥാനം എവിടെയായിരുന്നു? ലഗ്രാഞ്ച് പോയിന്റ് 1 ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആ ലഗ്രാഞ്ച് പോയിന്റ് 1 ഹെയ്ലോ എന്ന ഭ്രമണപഥത്തിലാണ് ആദിത്യ L1 എത്തിയത്. അപ്പോ ഹെയ്ലോ എന്ന ഭ്രമണപഥത്തിൽ ആദിത്യ L1 എത്തിയത് എന്നാണ്? 2024 ജനുവരി 6 2024 ജനുവരി 6 ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണെന്നാണ് നമ്മൾ പറഞ്ഞത്. 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ചത്. ആകെ 126 ദിവസങ്ങൾ എടുത്താണ് L1 എത്തിയത്. L1 എത്തിയതെന്ന് പറയുമ്പോൾ എവിടെയാണ് എത്തിയത്? L1 ഹെയ്ലോ എന്ന ഭ്രമണപഥത്തിലാണ് എത്തിയത്. 2024 ജനുവരി 6 ഹെയ്ലോയിൽ ആദിത്യ L1 എത്തുന്നത്. ലഗ്രാഞ്ച് പോയിന്റിൽ വിജയകരമായി എത്തിയ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോ ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ L1. പക്ഷേ നമ്മൾ മാത്രമല്ല സൂര്യനിലേക്ക് യാത്ര തിരിച്ചത്, മറ്റു രാജ്യങ്ങളും എത്തിയിട്ടുണ്ട്. അങ്ങനെ ലഗ്രാഞ്ച് പോയിന്റിൽ വിജയകരമായി എത്തിയ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആദ്യത്തെ എത്തിയ ലഗ്രാഞ്ച് പോയിന്റ് സൂര്യനിൽ നിന്നും 14.85 കോടി കിലോമീറ്റർ അകലെയാണ്. ഭൂമിയിൽ നിന്നും ലഗ്രാഞ്ച് പോയിന്റ് 15 ലക്ഷം, നമ്മൾ പറഞ്ഞു 15 ലക്ഷം കിലോമീറ്റർ ആണ് ഭൂമിയും ലഗ്രാഞ്ച് പോയിന്റും തമ്മിലുള്ള അകലമെങ്കിൽ ആദിത്യ L1 എത്തിയ ലഗ്രാഞ്ച് പോയിന്റും സൂര്യനും തമ്മിലുള്ള അകലം എത്രയാണ്? 14.85 കോടി കിലോമീറ്റർ ആണ്. ഭൂമിയുമായി ലക്ഷത്തിന്റെ കണക്കാണെങ്കിൽ സൂര്യനുമായി ലഗ്രാഞ്ചിനുള്ളത് കോടികളുടെ കണക്കാണ്. എത്ര കോടി കിലോമീറ്റർ ആണ്? 14.85 കോടി കിലോമീറ്റർ അകലെയാണ് ലഗ്രാഞ്ച് പോയിന്റ്. ആദിത്യ ലഗ്രാഞ്ച് പോയിന്റിൽ എത്തിയതോടെ സൗരദൗത്യം നടത്തുന്ന 4ാമത് രാജ്യമായി ഇന്ത്യ മാറി. അപ്പോ സൗരദൗത്യം നടത്തുന്ന 4ാമത് രാജ്യമാണ് ഇന്ത്യ. ലഗ്രാഞ്ച് പോയിന്റിൽ വിജയകരമായി എത്തിയ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആദിത്യ L1 ദൗത്യ കാലാവധി 5 വർഷവും 2 മാസവുമാണ്. ആദിത്യ L1 5 വർഷത്തേക്കും 2 മാസത്തേക്കുമാണ് നമ്മൾ വിക്ഷേപിച്ചിരിക്കുന്നത്. അത് കഴിയുമ്പോൾ അതിന്റെ കാലാവധി അവസാനിക്കുകയാണ്. അപ്പോൾ ആദിത്യ എത്തിയ ലഗ്രാഞ്ച് പോയിന്റ് സൂര്യനിൽ നിന്നും എത്ര അകലെയാണ്? 14.85 കോടി കിലോമീറ്റർ അകലെയാണ്. ഭൂമിയിൽ നിന്നും ലഗ്രാഞ്ച് പോയിന്റ് 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. ദൂരങ്ങൾ തമ്മിൽ തിരിഞ്ഞു പോകാതിരിക്കുക. സൂര്യനിൽ നിന്നും 14.85 കോടി കിലോമീറ്റർ, ഭൂമിയിൽ നിന്നാണെങ്കിൽ ലക്ഷമാണ് 15. അപ്പൊ ഭൂമിയും ലഗ്രാഞ്ച് പോയിന്റും തമ്മിൽ ലക്ഷങ്ങളുടെ ഇടപാടാണെങ്കിൽ സൂര്യനും ലഗ്രാഞ്ച് പോയിന്റും തമ്മിൽ കോടികളുടെ ഇടപാടാണെന്ന് ഓർത്തിരിക്കുക. സൂര്യനും ഭൂമിക്കുമിടയിൽ ഗുരുത്വാകർഷണത്തിന്റെ ആകർഷണ വികർഷണങ്ങൾ ഒരുപോലെ അനുഭവപ്പെടുന്നു എന്ന് കണ്ടെത്തിയ ലോക പ്രശസ്ത ഫ്രഞ്ച് ഭൗതിക ഗണിത ശാസ്ത്രജ്ഞനാണ് ജോസഫ് യൂലീസ് ലഗ്രാഞ്ച്. അപ്പോൾ എങ്ങനെയാണ് ലഗ്രാഞ്ച് പോയിന്റിന് ആ പേര് വന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സൂര്യനും ഭൂമിക്കുമിടയിൽ ഗുരുത്വാകർഷണത്തിന്റെ ആകർഷണ വികർഷണങ്ങൾ ഒരുപോലെ അനുഭവപ്പെടുന്നു എന്ന് കണ്ടെത്തിയ ലോകശാസ്ത്ര ഫ്രഞ്ച് ഭൗതിക ഗണിത ശാസ്ത്രജ്ഞനാണ് ജോസഫ് ലൂയിസ് ലഗ്രാഞ്ച്. അപ്പോൾ സൂര്യനും ഭൂമിക്കുമിടയിൽ ഗുരുത്വാകർഷണത്തിന്റെ ഒരു ആകർഷണവും വികർഷണങ്ങളും ഒക്കെ എങ്ങനെയാണ് ഒരുപോലെ തന്നെയാണ് അനുഭവപ്പെടുന്നത് എന്ന് കണ്ടെത്തിയ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ആര്? ജോസഫ് ലൂയിസ് ലഗ്രാഞ്ച്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ലഗ്രാഞ്ച് പോയിന്റിന് ആ പേര് നൽകിയിരിക്കുന്നത്. ആദിത്യ L1 പ്രോജക്ട് ഡയറക്ടറാണ് നിഗർ ഷാജി, തമിഴ്നാടുകാരനായ നിഗർ ഷാജി. അപ്പോൾ നിങ്ങൾ ആദിത്യ L1 പ്രോജക്ട് ഡയറക്ടറെ ഓർക്കുമ്പോൾ ഉറപ്പായിട്ടും ചാന്ദ്രയാൻ 1 2 3 ഒക്കെ പ്രോജക്ട് ഡയറക്ടറെ പറ്റി ഓർക്കണം. ഉറപ്പായിട്ടും
അതാരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക തന്നെ വേണം. ഇത് കാണുമ്പോൾ, ഈ പോയിന്റ് കാണുമ്പോൾ തന്നെ കമന്റ് ചെയ്യുക. ആരാണ് ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടർ, 2ന്റെ പ്രോജക്ട് ഡയറക്ടർ, 3യുടെ പ്രോജക്ട് ഡയറക്ടർ എന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക. ആദിത്യ L1ന്റെ മിഷൻ ഡയറക്ടറാണ് SR ബിജു. അപ്പോൾ ആദിത്യ L1ന്റെ മിഷൻ ഡയറക്ടർ ആരാണ്? SR ബിജു ആണ്. അപ്പോൾ ഞാൻ പിന്നെയും പറയണ്ടല്ലോ, ചന്ദ്രയാൻ 1ന്റെയും 2ന്റെയും 3യുടെയും മിഷൻ ഡയറക്ടർ ആരെന്ന് കൂടി നിങ്ങൾ കമന്റ് ചെയ്യുക. ആദിത്യ L1ന്റെ മിഷൻ ഡയറക്ടറാണ് SR ബിജു. ആദിത്യ L1ന്റെ പ്രോജക്ട് ഡയറക്ടറാണ് നിഗർ ഷാജി. ആരാണ്? നിഗർ ഷാജിയാണ് ആദിത്യ L1ന്റെ പ്രോജക്ട് ഡയറക്ടർ. മിഷൻ ഡയറക്ടർ ആരാണ്? SR ബിജു. വളരെ ചെറിയ പേരല്ലേ, SR ബിജു. ബിജു, ഷാജി ഒക്കെ നമ്മുടെ അടുത്തുള്ള മാമന്മാരുടെയൊക്കെ പേര് പറയും പോലെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സൂര്യൻ നമുക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്. അപ്പോൾ വളരെ വേണ്ടപ്പെട്ടവരാണ് ഇതിന്റെ മിഷൻ ഡയറക്ടറും പ്രോജക്ട് ഡയറക്ടർ എന്നും ഓർക്കുക. നിഗർ ഷാജിയാണ് പ്രോജക്ട് ഡയറക്ടർ, തമിഴ്നാട് സ്വദേശിയാണ്. മിഷൻ ഡയറക്ടർ ആരാണ്? SR ബിജു ആണ്. ആദിത്യ L1ൽ ആകെ 7 പേലോഡുകളാണ് ഉള്ളത്. എത്ര പേലോഡുകളാണ്? 7. ചോദിക്കാം. ആദിത്യ L1ലെ പേലോഡുകൾ എത്രയാണ്? 7 ആണ്. വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് അല്ലെങ്കിൽ വെൽക്ക്. ഏതാണ് വെൽക്ക്? എന്താണ് വെൽക്ക്? സൂര്യന്റെ ബാഹ്യവലയമായ കൊറോണയെ കുറിച്ച് പഠിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് വെൽക്ക്. അപ്പോൾ ആദിത്യ L1ലെ ഒരു പേലോഡാണ് വെൽക്ക്. സൂര്യന്റെ ബാഹ്യവലയമായ കൊറോണയെ കുറിച്ച് പഠിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് വെൽക്ക് അല്ലെങ്കിൽ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ്. പേരിൽ തന്നെ കൊറോണ ഉണ്ട് എങ്കിലും നമ്മൾ വെൽക്കെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൊറോണ കിട്ടില്ല. വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് ആണ് വെൽക്ക്. സൂര്യന്റെ ബാഹ്യവലയമായ കൊറോണയെ കുറിച്ച് പഠിക്കാനാണ് രൂപകൽപ്പന ചെയ്തത്. മലയാളിയായ ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യം. ആരാണ്? ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിൽ ബാംഗ്ലൂർ ആസ്ഥാനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ് ഈ പേലോഡ് വികസിപ്പിച്ചത്. അപ്പൊ നമ്മുടെ വെൽക്ക് വികസിപ്പിച്ചത് ഏത് സ്ഥാപനമാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിന്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഇങ്ങനെയാകാൻ ചോദ്യം വരിക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിന്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരാണ്. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ് വെൽക്ക് പേലോഡ് വികസിപ്പിച്ചത്. അതിന്റെ നേതൃത്വം ആർക്കാണ്? ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യം. മലയാളി കൂടിയാണ് ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യം. സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ് അല്ലെങ്കിൽ സ്യൂട്ട്. ഏതാണ്? ആദ്യം പറഞ്ഞത് വെൽക്ക്, അടുത്തത് സ്യൂട്ട്. സൗരവികിരണ വ്യതിയാനങ്ങൾ അളക്കാനും ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ എന്നിവയുടെ ചിത്രങ്ങൾ എടുക്കാനുമായി രൂപകൽപ്പന ചെയ്തതാണ് സ്യൂട്ട്. അപ്പൊ സ്യൂട്ട് എന്തിനൊക്കെയാണ്? ഫോട്ടോസ്ഫിയറിന്റെയും ക്രോമോസ്ഫിയറിന്റെയും, സൂര്യന്റെ മണ്ഡലങ്ങളായ ഫോട്ടോസ്ഫിയറിന്റെയും ക്രോമോസ്ഫിയറിന്റെയും ഒക്കെ ചിത്രങ്ങൾ എടുക്കാനും പിന്നെന്തിനാണ്? സൗരവികിരണ വ്യതിയാനങ്ങൾ അളക്കുവാനുമാണ് സ്യൂട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്താണ് സ്യൂട്ട്? സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ്. അപ്പോൾ ഇമേജ് എടുക്കാനാണ്. എന്തിന്റെയൊക്കെ ഇമേജ് എടുക്കാൻ? ഫോട്ടോസ്ഫിയറിന്റെയും ക്രോമോസ്ഫിയറിന്റെയും. അപ്പോൾ ഇമേജ് ഒക്കെ നമ്മുടെ അതിൽ തന്നെ ഉണ്ട്, ഓർത്തിരിക്കുക. സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ് അല്ലെങ്കിൽ സ്യൂട്ട് എന്തിനാണ്? സൗരവികിരണ വ്യതിയാനങ്ങൾ അളക്കാനാണ്. അപ്പോൾ സൗരവികിരണം എന്ന് പറയുമ്പോൾ അൾട്രാവയലറ്റ് ഉണ്ട്. സൗരവികിരണ വ്യതിയാനങ്ങൾ അളക്കാനും ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ എന്നിവയുടെ ചിത്രങ്ങൾ എടുക്കാനുമാണ് സ്യൂട്ട് പേലോഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ പേരിൽ തന്നെ അതിന്റെ ലക്ഷ്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ കൂടി അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഒന്ന് ആലോചിക്കുക. അപ്പോൾ സ്യൂട്ടിന്റെ എക്സ്പാൻഡേഷൻ എന്താണ്? സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ് എന്നാണ്. അപ്പോൾ അൾട്രാവയലറ്റ് സൂര്യന്റെ ഒരു വികിരണമാണ് അൾട്രാവയലറ്റ് എന്ന് ഓർക്കുക. ഇമേജ് എന്ന് വെച്ചാൽ നമ്മുടെ ചിത്രങ്ങളാണ് ഇമേജ്. അപ്പോൾ അൾട്രാവയലറ്റ് എന്ന് കാണുമ്പോൾ ഓർക്കുക സൗരവികിരണം. ഓക്കെ, സൗരവികിരണത്തിന്റെ വ്യതിയാനങ്ങൾ അളക്കാൻ. പിന്നെന്താണ്? ഇമേജിംഗ് ടെലസ്കോപ്പ് ആണ്. എന്തിന്റെയൊക്കെ ഇമേജ് ആണ്? ഫോട്ടോസ്ഫിയറിന്റെയും ക്രോമോസ്ഫിയറിന്റെയും. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ അല്ലെങ്കിൽ സോലെക്സസ്. സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ ആൻഡ് ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ അല്ലെങ്കിൽ ഹീലിയോസ്. എന്താണ് അടുത്തത്? ഹീലിയോസ്. കുറച്ച് വലിയ എക്സ്പാൻഡേഷൻ ആണ്.
സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ അല്ലെങ്കിൽ സോളെക്സ് ആൻഡ് ഹെവി എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ. സൂര്യന്റെ എക്സ്റേ കിരണങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് രൂപകൽപ്പന ചെയ്തതാണിത്. എന്തിനാണ്? സൂര്യന്റെ എക്സ്റേ കിരണങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ്. ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ആസ്പെക്സ് ആൻഡ് പ്ലാസ്മ അനലൈസർ പ്ലാൻ പാക്കേജ് ഫോർ ആദിത്യ പപ്പ. സൗരക്കാറ്റുകളെ പറ്റി പഠിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് ഏതൊക്കെ? ആസ്പെക്സും നമ്മുടെ പപ്പയും. പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ. എന്താണ് പപ്പ? പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ. അതെന്തിനാണ് പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ? സൗരക്കാറ്റുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തതാണ്. ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റിന്റെ ഭാഗമായ സോളാർ വിൻഡ് അയൺ സ്പെക്ട്രോമീറ്റർ എന്ന ഉപകരണമാണ് ആദ്യം പ്രവർത്തിച്ചു തുടങ്ങിയത്. അപ്പോൾ ആദ്യം പ്രവർത്തിച്ചു തുടങ്ങിയത് ഏതാണ്? സോളാർ വിൻഡ് അയൺ സ്പെക്ട്രോമീറ്റർ അല്ലെങ്കിൽ സിസ് എന്ന ഉപകരണമാണ് ആദിത്യ 1 ആദ്യം പ്രവർത്തിച്ചു തുടങ്ങിയത്. ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റിന്റെ എന്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്? ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റിന്റെ ഭാഗമായ സോളാർ വിൻഡ് അയൺ സ്പെക്ട്രോമീറ്റർ എന്ന ഉപകരണമാണ് ആദ്യം പ്രവർത്തിച്ചു തുടങ്ങിയത്. സൗരവാത അയോണുകൾ, പ്രോട്ടോൺ, ആൽഫ കണങ്ങൾ എന്നിവയെയാണ് സിസ് വിജയകരമായി അളന്നത്. പ്രത്യേകം ഓർത്തിരിക്കുക, എന്തിനൊക്കെയാണ് സിസ് അളന്നത്? സൗരവാത അയോണുകൾ, പ്രോട്ടോൺ, ആൽഫ. ചാന്ദ്രയാനും ആദിത്യ L1 തമ്മിൽ തിരിഞ്ഞു പോകരുത്. സിസ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആദിത്യ L1 ബന്ധപ്പെട്ടതാണ്. സിസ് അളന്നത് എന്തിനൊക്കെയാണ്? സൗരവാത അയോണുകൾ, പ്രോട്ടോൺ, ആൽഫ കണങ്ങൾ എന്നിവയാണ് സിസ് വിജയകരമായി അളന്നത്. അടുത്തത് ഡിജിറ്റൽ മാഗ്നോമീറ്റർ. സൂര്യന്റെ കാന്തിക വലയത്തെ കുറിച്ചുള്ള പഠനത്തിന് രൂപകൽപ്പന ചെയ്തതാണ് എന്ത്? ഡിജിറ്റൽ മാഗ്നോമീറ്റർ. അപ്പോൾ മാഗ്നോമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ കാന്തവുമായി ബന്ധപ്പെട്ടതാണ്, മാഗ്നറ്റുമായി ബന്ധപ്പെട്ടതാണ്. സൂര്യന്റെ കാന്തിക വലയത്തെ കുറിച്ചുള്ള പഠനത്തിനായി രൂപകൽപ്പന ചെയ്ത പേലോഡാണ് ഡിജിറ്റൽ മാഗ്നോമീറ്റർ. ഏതാണ്? ഡിജിറ്റൽ മാഗ്നോമീറ്റർ. ഇപ്പോൾ നമ്മൾ ആദിത്യ L1 ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് പേലോഡുകളെ പറ്റിയാണ് പറഞ്ഞത്. അടുത്തത് ആദിത്യ L1 ഭാഗമായ കേരളത്തിലെ സ്ഥാപനങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. ആദ്യത്തേത് കെൽട്രോൺ. കെൽട്രോണിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞതാണ്. അടുത്തിടെ 50 വർഷം പൂർത്തിയാക്കുന്ന കേരളത്തിലെ സ്ഥാപനമാണ് ഏത്? കെൽട്രോൺ. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ്. കഞ്ചിക്കാടുള്ള ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ചോദിക്കാം. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് എവിടെയാണ്? കഞ്ചിക്കോടാണ് ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ്. KMML. എന്താണ് KMML? ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവൂല, എവിടെയാണെന്നും പിടികിട്ടില്ല. KMML എന്താണ്? കേരള മിനറൽസ് ആൻഡ് മെറ്റൽസിന്റെ ഷോർട്ട് ഫോം ആണ് KMML. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് എവിടെയാണ്? ചവറയിലാണ്. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ്. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ്. സിഡ്കോ തിരുവനന്തപുരം. കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് തിരുവനന്തപുരം. അപ്പോൾ ആദിത്യ L1 ഭാഗമായ കേരളത്തിലെ സ്ഥാപനങ്ങളാണ് ഏതൊക്കെ? കെൽട്രോൺ, ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ്, KMML, ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽസ്, സിഡ്കോ ആൻഡ് കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് തിരുവനന്തപുരം. ഇത്രയുമാണ് ആദിത്യ L1 ബന്ധപ്പെട്ട വസ്തുതകൾ. മറക്കാതിരിക്കുക. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചത്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപിച്ചത്. 126 ദിവസങ്ങൾ കൊണ്ടാണ് ആദിത്യ L1 അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. 2024 ജനുവരി 6 ആദിത്യ L1 എവിടെ എത്തുന്നത്? ലഗ്രാഞ്ച് പോയിന്റ് 1 ഹെയ്ലോ എന്ന ഭ്രമണപഥത്തിലാണ് ആദിത്യ L1 എത്തിയതെന്ന് നമ്മൾ പറഞ്ഞു. ഈ 2 ഡേറ്റും മറക്കാതിരിക്കുക. പിന്നെ പറഞ്ഞത് ലഗ്രാഞ്ച് പോയിന്റ് 1 ഭൂമിയും തമ്മിൽ 15 ലക്ഷം, ലക്ഷത്തിന്റെ കളിയാണ്, 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ലഗ്രാഞ്ച് പോയിന്റ് 1 എങ്കിൽ സൂര്യനും ലഗ്രാഞ്ച് പോയിന്റ് 1 തമ്മിലുള്ള അകലം 14.85 കോടി കിലോമീറ്റർ ആണ് എന്ന കാര്യവും മറക്കാതിരിക്കുക. ആദിത്യ L1 ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകളാണ് നമ്മൾ നോക്കിയത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്